യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. നല്ല ഉറക്കം കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. പകലത്തെ ജോലിക്കും ബദ്ധപ്പാടിനും ശേഷം രാത്രി നാം ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഉറക്കം എപ്പോൾ ഉറങ്ങുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചില പ്രധാന മീറ്റിങ്ങുകൾക്കിടയിൽ ചിലർ ഉറങ്ങും. മറ്റു ചിലരാകട്ടെ ഇറങ്ങേണ്ട സ്ഥലം പോലും മറന്ന് യാത്രയിൽ ഉറങ്ങിപ്പോകാറുണ്ട്. ചിലർ പള്ളിയിൽ വരുമ്പോഴാണ് ഉറങ്ങുന്നത്. ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നവരുമുണ്ട്. ഉറക്കം നല്ലതാണെങ്കിലും അത് എവിടെ, എങ്ങനെ എന്നതും കൂടി പ്രാധാന്യതയോടെ നാം ചിന്തിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ ഇങ്ങനെ ഉറങ്ങിപ്പോയൊരു ശിഷ്യനെ നമുക്ക് കാണാം. 20-ാം അധ്യായം തുടങ്ങുന്നത് എഫേസോസിൽ നിന്ന് യാത്ര തിരിക്കുന്ന പൗലോസിനെയും കൂട്ടരെയും പറ്റി പറഞ്ഞാണ്. അഖായയിൽ താൻ 3 മാസം താമസിച്ചു. പിന്നീട് മക്കോദോന്യയിലും ആസിയയിലും നിന്നുള്ള 7 സഹോദരന്മാർ പൗലോസിനോടൊപ്പം കൂടി. ത്രോവാസ് എന്ന സ്ഥലത്തേക്കാണ് അവർ പോയത്. 7 ദിവസം അവരവിടെ പാർത്തു. 20-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്ന്. പിറ്റേന്നാൾ തനിക്ക് യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പൗലോസ് ആഗ്രഹിച്ചു. അവരെ പഠിപ്പിച്ചും ഉപദേശിച്ചും സമയം പോയത് അറിഞ്ഞില്ല. പാതിര വരെ ആയിട്ടും ജനം കേട്ടുകൊണ്ടേയിരുന്നു. അവിടെ രാത്രിയായതിനാൽ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. ദീർഘമായ പ്രസംഗം, രാത്രി സമയം, വിളക്കിന്റെ അരണ്ട വെളിച്ചം, ഇതൊക്കെ ഉറങ്ങാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കുന്നതായിരുന്നു. യൂത്തിക്കോസ് എന്ന ഒരു യൗവനക്കാരനും പ്രസംഗം കേൾക്കാൻ വന്നിരുന്നു. അവൻ കിളിവാതുക്കൽ ഇരുന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നു. ഒരു യൗവനക്കാരൻ നീണ്ട പ്രസംഗം കേൾക്കാൻ ഇരുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അടിമകളായ അനവധി ശിഷ്യന്മാർ ത്രോവാസിലുണ്ടായിരുന്നു. പകൽ സമയം അവർക്ക് ഒത്തുകൂടാൻ സാഹചര്യമില്ലായിരുന്നു. സാധാരണ ഒരു കൂടിവരവിലപ്പുറം ഒരു വിടവാങ്ങൽ പ്രസംഗമായതിനാൽ തന്നെ അത് നീണ്ടുപോയി. എന്താണ് പൗലോസ് അവിടെ പ്രസംഗിച്ചത് എന്ന് നമുക്കറിയില്ല. ആദ്യം ആവേശത്തോടെ കേട്ടു തുടങ്ങിയവരിൽ എത്ര പേർ ഇതിനോടകം ഉറങ്ങിപ്പോയി കാണും എന്നും നമുക്കറിയില്ല. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, എല്ലാവരും മുറിക്കകത്തിരുന്നപ്പോൾ തുറന്നിട്ട ജനാലയ്ക്കരികിൽ ഇവൻ ഇരുന്നു. പലപ്പോഴും നാം ഇരിക്കുന്ന സ്ഥലമാണ് നമ്മെ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത്. ഉദാഹരണമായി, ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിൽ മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ തോൽവിയിലേക്ക് തങ്ങളെ തന്നെ കൊണ്ടുപോവുകയാണ്. ബസ്സിലും ട്രെയിനിനും സ്ഥലമുണ്ടെങ്കിലും ചിലർക്ക് ഫുട്ബോർഡിൽ നിന്ന് യാത്ര ചെയ്യാനാണ്, അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ നിന്ന് യാത്ര ചെയ്യാനാണ് ഇഷ്ടം. അത് പലപ്പോഴും അപകട മരണത്തിന് ഇടയാക്കും. ഇവിടെയും യൂത്തിക്കോസ് ഇരുന്ന ഇടം അപകടകരമായിരുന്നു. മുറിക്കുള്ളിൽ താഴെ ഇരുന്നാൽ ഉറങ്ങിപ്പോയാലും അടുത്തിരിക്കുന്നവന്റെ മുകളിലേക്ക് മാത്രമേ വീഴുമായിരുന്നുള്ളൂ. എന്തുകൊണ്ട് ആ സ്ഥലം താൻ തിരഞ്ഞെടുത്തു, എങ്ങനെ ഉറങ്ങിപ്പോയി എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഇന്ന് യൗവനക്കാർക്ക് ആരാധനയും മറ്റു മീറ്റിങ്ങുകൾക്കും വരാൻ വളരെ മടിയാണ്. എല്ലാ ക്രിസ്തീയ ഡിനോമിനേഷൻസും ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. എന്തുകൊണ്ട് അവർ പുറകിലേക്ക് മാറിപ്പോകുന്നു? ഗൗരവകരമായി നാം ഇതിനായി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. ഇവിടെ മൊഴിയാത്ര കൂട്ടായ്മയ്ക്ക് ഈ യൗവനക്കാരൻ വന്നത് തന്നെ പ്രശംസ അർഹിക്കുന്നുവല്ലോ. പകലത്തെ ജോലിക്ക് ശേഷം 2-3 മണിക്കൂർ മാത്രമേ മീറ്റിംഗ് കാണൂ എന്ന് കരുതി എന്നാവണം അദ്ദേഹം അതിനെത്തിയത്. ഇത് പാരാത്രി വരെ നീണ്ടുപോകും എന്ന് താൻ ഒരിക്കലും കരുതിയതുമില്ല. ഒരുപക്ഷെ മറ്റു പലർക്കും, വയസ്സായവർക്കോ സ്ത്രീകൾക്കോ വേണ്ടി തൻ്റെ ഇരിപ്പിടം മാറ്റി കൊടുത്ത് അവൻ പുറകിലായി പോയതുമായിരിക്കാം. ഉറങ്ങാനുള്ള കാരണം പലതാണ്. മറ്റുള്ളവരെ ഉറക്കുന്ന ഒരു കലയാണ് പ്രസംഗമെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പ്രസംഗകൻ പ്രസംഗിക്കുമ്പോൾ ജനം കണ്ണടയ്ക്കുന്നത് ഒരിക്കലും ശരിയല്ല. എന്തിനാണ് ലൂക്കോസ് എന്ന ഗ്രന്ഥകാരൻ ഇത് ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി ചേർത്തത്? യൂത്തിക്കോസ് എന്ന യുവാവിനെ ലജ്ജിപ്പിക്കാനോ അതോ ത്രോവാസിലെ സഭയെ ലജ്ജിപ്പിക്കാനോ ആണോ? അല്ല, മറിച്ച് ചില പാഠങ്ങൾ നാം അതിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും യൂത്തിക്കോസിനെ നാം കളിയാക്കാറുണ്ട്. ഗെത്സമനയിൽ തന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ യേശു തന്റെ പ്രിയ ശിഷ്യന്മാരായ യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ടുപോയി. അതിതീവ്ര വേദനയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ കൂർക്കം വലിച്ചു കിടക്കുന്ന 3 പേരാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. 3 പ്രാവശ്യം യേശു പറഞ്ഞിട്ടും അവർക്ക് ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ല. ന്യായീകരിക്കാൻ പല കാരണങ്ങളും നമുക്കുണ്ട്. പൗലോസിന്റെ പ്രസംഗം തന്നെ പിടിച്ചു നിർത്തുന്ന ഒന്നല്ലായിരിക്കാം. ഒരുപക്ഷെ തൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ആ പ്രസംഗത്തിൽ ഇല്ലായിരിക്കാം. ആരാധനയുടെ സമയം കൂടിയത് കാരണം താൻ ക്ഷീണിതനായോ ആയിരിക്കാം ഉറക്കത്തിലേക്ക് അവനെ തള്ളിവിട്ടത്. കാരണം ഏതുമാകട്ടെ, പ്രസംഗത്തിനിടയിൽ താൻ ഉറങ്ങി. 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. അകത്തോട്ടല്ല, പുറത്തേക്കാണ് വീണത്.
എല്ലാവരും ഓടിച്ചെന്നു. അവൻ മരിച്ചു. എന്നാൽ പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. 3-ാം നിലയിൽ നിന്ന് ഒരു യൗവനക്കാരൻ വീണാൽ ഉണ്ടാകുന്ന ഒടിവും ചതവും എത്രയായിരിക്കും? മരിച്ചു എന്ന് തന്നെയാണ് വൈദ്യനായ ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തിയത്. ത്രോവാസിലെ തന്റെ അവസാന പ്രസംഗത്തിനിടയിൽ ഈ അത്യാഹിതം സംഭവിച്ചത് പൗലോസ് തന്നെ ഭാരമായി മാറി. താൻ ഇത്ര നേരം അവരോട് സംഭാഷിച്ചത് വചനത്തിൽ നിന്നാണ്. യേശു മരിച്ചു, ഉയർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുവനെ മരിച്ചവനായി വിട്ടേച്ചു പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചില്ല. അവന്റെ ജീവൻ മടങ്ങി വന്നു. ശുശ്രൂഷ തുടർന്നു. അപ്പം നുറുക്കി കൂട്ടായ്മ പുലരുവോളം തുടരുകയും ചെയ്തു. ഇനി നാം ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ഒരു വിശ്വാസി ആരാധന നടക്കുമ്പോൾ, അത് പള്ളിയിലാകട്ടെ, ഇടമീറ്റിങ്ങിലാകട്ടെ, സൂമിലാകട്ടെ, ഉറങ്ങുന്നത് ലജ്ജാകരമാണ്. ചില രോഗികൾക്ക് തങ്ങൾ കഴിക്കുന്ന ഗുളികകൾ അവരെ ഉറക്കിയേക്കാം. രാത്രി മുഴുവൻ TV കണ്ടിട്ട് രാവിലെ പള്ളിയിൽ വന്ന് ഉറങ്ങുന്നത് വാസ്തവത്തിൽ അത് കാണിക്കുന്നത് ആത്മീയ കാര്യത്തിൽ നമുക്കുള്ള താല്പര്യക്കുറവ് തന്നെയാണ്. ഏത് കാരണം കൊണ്ടോ നിങ്ങൾ ഉറങ്ങുന്നുവെങ്കിൽ യൂത്തിക്കോസിനെ പോലെ നിങ്ങൾ മരണത്തിന്റെ വക്കിലാണ്. ഉണരുവാൻ സമയമായി. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുക എന്ന് യേശു പറഞ്ഞത് ഓർക്കുക. ഇനി പ്രസംഗിക്കുന്നവരും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പല സുദീർഘ പ്രസംഗങ്ങളും കേൾവിക്കാരെ ഉറക്കത്തിലേക്ക് നയിക്കും. ഒരേ കാര്യം തന്നെ എല്ലാ പ്രസംഗങ്ങളിലും പറയുന്നത് കേൾവിക്കാർക്ക് എപ്പോഴും മടുപ്പുളവാക്കും. പ്രായമുള്ളവരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും ഒരുപോലെ പിടിച്ചു നിർത്തുന്ന പ്രസംഗങ്ങളായിരിക്കണം. 5 മിനിറ്റ് പ്രസംഗിക്കുന്നതും 50 മിനിറ്റ് പ്രസംഗിക്കുന്നതും എല്ലാം ഒരുപോലെയല്ല. കേൾവിക്കാർ മുഷിയുന്നത് കാണുമ്പോൾ നിർത്താനുള്ള പക്വത ഒരു പ്രസംഗിക്കുന്നവന് ഉണ്ടായിരിക്കണം. ഇനി സ്ഥലം എന്തായിരിക്കണം? കൂടി വരുന്ന സ്ഥലം, അതിന്റെ പരിമിതികൾ പലപ്പോഴും ഉറക്കത്തിലേക്ക് നയിക്കും. നല്ല AC ഇരിക്കുമ്പോൾ ഉറങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇടുങ്ങിയ മുറി വായുസഞ്ചാരമില്ലാത്തതായി മാറും. ജനം പെട്ടെന്ന് ക്ഷീണിതരാകും, വീർപ്പ് മുട്ടിക്കും. ആത്മീയ ഉറക്കത്തിലായിരിക്കുന്ന തലമുറകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ കൂടിവരവ്, ആരാധന ഇവയിൽ സജീവമായി പങ്കെടുക്കാൻ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.